സാന്നിധ്യം നിലനിൽക്കുന്ന ഒരു മണ്ണിലാണ് ഞാനിപ്പോൾ ഇനി പ്രഭാഷണത്തിന് വേദിയാകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് സംസാരിക്കാനുള്ള വിഷയം പ്രത്യേകിച്ചൊരു ഫ്രെയിം ചെയ്തിട്ടൊന്നുമില്ല ഞാൻ. എന്നാലും ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് ഞാനിങ്ങനെ വേദിയിൽ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ, പക്ഷെ പല വേദികളിലും ഞാൻ സംസാരിക്കാൻ നോക്കുമ്പോൾ കാണേണ്ട ചില ചെറുപ്പക്കാരെ വേദിയിൽ കാണുമ്പോൾ ആ വിഷയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഫ്രെയിം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കൗമാരങ്ങളെ അത്രമേൽ കാണാനില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഏറിയൊന്നും അമ്മമാരാണ്, സഹോദരിമാരാണ്. നമ്മുടെ കൗമാരങ്ങളോട് നമ്മൾക്ക് സാമ്പത്തികമായി നമുക്ക് നല്ലൊരു നിലയിലാണ്, നമുക്ക് ബന്ധുസലതയുണ്ട്, പേരുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് വിശ്വാസമൊക്കെ നമുക്ക്. പക്ഷെ പലപ്പോഴും നമ്മൾ സന്തോഷം ചെയ്തിട്ടുള്ളതായിരിക്കും. ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഒഴിവുകൾ ആളുകളെ ചോദിക്കുന്നത് എത്ര രൂപത്തിൽ ഹൃദയത്തിലൂടെ കൈവച്ചിട്ട് പറയാൻ പറ്റും? ഞാൻ 100% സന്തോഷത്തിലാണ് ജീവിക്കുന്നത് പറയാൻ. പലപ്പോഴും നമ്മൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റർത്ഥത്തിൽ സംഘടന ഉപയോഗിക്കുന്നത് കുടുംബാന്തരീക്ഷത്തിൽ രംഗത്ത് അവിടെ അച്ഛൻ നിൽക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ഒരു വിഷയം. അവരെ ആ കൂട്ടത്തിന്റെ പേരിൽ അച്ഛനെ വിളിച്ച് നടപെടുന്നു. അവരെ ചെന്നൈയിലും മുംബൈ റെയിൽവേ സ്റ്റേഷനുകളിലും ഞാൻ കഴിഞ്ഞ എന്റെ 14 വയസ്സിന്റെ എക്സ്പീരിയൻസ്. ഈ 14 വയസ്സിൽ പരീക്ഷ അറിയാലോ. ഞാൻ വീട്ടിൽ പോയിട്ട് പ്രോസസിംഗ് പോലെ ചെയ്ത് ഒന്ന് ഉപയോഗിച്ചു. പിന്നെ അതിനകത്തുണ്ടാകുന്ന എന്റെ ശരീരത്തിനകത്ത് എന്റെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടു. ബാക്കി എനിക്കുണ്ടാകുന്ന ആ കാര്യം പൊതുവെ പറയാൻ പാടില്ല. ഞാൻ നാഷണൽ സൈക്കോളജിസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഈ സൈക്കോളജി സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ അതിന് ഉപയോഗാനന്തരം ഒന്നും ഒരു എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കർശന നിർദ്ദേശം നമുക്കുണ്ട്.